നമസ്കാരം. മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവായിട്ട് ഇപ്പോൾ 7.5 ശനി കാലഘട്ടമാണ്. വളരെയേറെ ശനി 12-ലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. 2027 വരെ ശനി 12-ലാണ്, വ്യാഴം അവർക്ക് 3-ലാണ്. ഇതൊക്കെയാണെങ്കിലും ഒരുപാട് തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണിപ്പോൾ. അവർക്ക് പൂർണ്ണമായിട്ടും ഇപ്പോഴും അതുപോലെ തന്നെ പിന്നീടും ഇനി വരുന്ന കാലങ്ങളിലുമൊക്കെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ടും സാമ്പത്തിക ഭദ്രതയ്ക്കും അതുപോലെ തന്നെ കുടുംബത്തിലും കുടുംബ ഐശ്വര്യത്തിനും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് ധാരാളം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ അതിൽ നിന്നൊരു മുക്തി കിട്ടാനായിട്ടുള്ള പിടിവള്ളി എന്ന രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് ബുധദശാകാലം നടന്നുകൊണ്ടിരിക്കുന്ന മേടൻ രാശിപ്പെട്ടവരാണോ, ശനിദശാകാലമാണോ, ശുക്രദശാകാലമാണോ നോക്കുക. ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ടവർക്കൊക്കെ ശിഷ്ടം ജനനം വരുന്നത് തന്നെ കേതു കഴിഞ്ഞ ശുക്രനിലായിരിക്കാം. അപ്പൊ ചിലർക്ക് ശുക്രദശ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു കൗമാരപ്രായത്തോടു കൂടിയൊക്കെ ശുക്രദശാകാലം കഴിയാറായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം ബുധദശയോ ശുക്രദശയോ ഒക്കെ ആണെങ്കിൽ ശനിദശാകാലമൊക്കെ ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് അശുഭങ്ങളായിട്ടുള്ള കാലഘട്ടമാണ്, അശുഭകരമായിട്ടുള്ള കാലമാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർ, ഈ രാശിക്കാർ 7.5 ശനിയുടെ കാലമായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിദശ നടക്കുന്നതിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കാനായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിലോ തിങ്കളാഴ്ച ദിവസങ്ങളിലോ പറ്റുമെങ്കിൽ മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യാം, മഹാമൃത്യുഞ്ജയ യന്ത്രം ധരിക്കുക, മഹാമൃത്യുഞ്ജയ ജപം, പഞ്ചാക്ഷരി മന്ത്രമൊക്കെ നിത്യവും 1008 കിട്ടുന്ന സമയം അതിരാവിലെയോ വൈകുന്നേരമോ കിടന്നുറങ്ങുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും, എത്ര തിരക്കുണ്ടെങ്കിലും ഇപ്പോൾ മഹാമന്ത്രം ജപിക്കാൻ, പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാൻ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ജപിക്കാം. നമ്മൾ സ്വന്തമായിട്ട് വാഹനം ഓടിക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ നാക്കുകൊണ്ട് ഈ മന്ത്രം ജപിക്കാം, പഞ്ചാക്ഷരി ഓം നമഃശിവായ ജപിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ദിവസം, ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം അതിരാവിലെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന് മഹാമൃത്യുഞ്ജയ ഹോമം, നിസാര ചീട്ടൊക്കെ ഉള്ളൂ എങ്കിലും അത് എഴുതി ഹോമം ചെയ്യുക, ആ പ്രസാദം നിങ്ങൾ സേവിക്കുക. ഇങ്ങനെയൊക്കെ നിരന്തരമായിട്ട് ഒരു യൂഷ്വൽ കാര്യങ്ങളായിട്ട് കൊണ്ടുപോയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്രൂഷ്യൽ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം കിട്ടും. ഒപ്പം തന്നെ ചൊവ്വ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയേറെ ദോഷം ചെയ്യുന്നതാണ്. ചൊവ്വ ദശ അല്ലെങ്കിൽ കുജദശ അല്ലെങ്കിൽ കുജയുടെ അപഹാരം, കുജദശയുടെ ഓരോ ദശയിലുള്ള കുജന്റെ അന്തർദശാകാലം, ആ ദശാകാലത്ത് നിങ്ങൾ കുജന പ്രീതി കർമ്മങ്ങൾ, ഇപ്പോൾ ചിലവർക്ക് കുജൻ ചൊവ്വ നിൽക്കുന്നത് ഓജരാശിയിലാവാം, അത് യുഗ്മരാശി. ഇപ്പൊ ഈ ഓജനാണ് യുഗ്മ ആണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്കൊരു ജ്യോത്സ്യനെ കണ്ട് എൻ്റെ ചൊവ്വ ജാതകത്തിൽ ചൊവ്വ നിൽക്കുന്നത് ഓജരാശിയാണോ യുഗ്മരാശിയാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. ഓജരാശിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുബ്രഹ്മണ്യന്, മുരുകനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അതുപോലെ യുഗ്മരാശിയാണെങ്കിൽ ഭദ്രകാളിയാണ്. അപ്പോൾ ഭദ്രകാളിയാണ് നിങ്ങൾ പ്രീതിപ്പെടുത്തേണ്ടത്. ചൊവ്വാഴ്ച ദിവസം ഏതെങ്കിലും ഭദ്രകാളി ക്ഷേത്രം വീടിനടുത്തുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കടും പായസമോ അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലിയോ ഇങ്ങനെയുള്ള ഏതെങ്കിലും വലിയ ചൊറ്റാനിക്കര, കൊടുങ്ങല്ലൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് പറ്റുന്ന വഴിപാടുകൾ ചെയ്യാം. ഈ വ്രതങ്ങൾ നോൽക്കാം, ചൊവ്വാവ്രതം നോൽക്കാൻ, അതായത് അന്നം ഉപേക്ഷിച്ചുകൊണ്ട് പഴങ്ങളും പാലും അതുപോലെ തന്നെ ജലപാനമൊക്കെ ജലം കുടിച്ചുകൊണ്ട് മധ്യമത്തിലൊക്കെ നമുക്ക് വ്രതങ്ങൾ നോൽക്കാം. അപ്പം ചില കുട്ടികൾക്ക്, ഈ രാശിയിൽപ്പെട്ട കുട്ടികൾക്ക് കല്യാണം കഴിയാതെയൊക്കെ ഇരിക്കുന്നുണ്ടാവാം, മംഗല്യ നിഷേധം ഉണ്ടാവാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൊവ്വ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ചൊവ്വ പൂജപ്രീതി കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചൊവ്വാഴ്ച വ്രതം എടുക്കാം. കുജൻ ഓജരാശിയാണോ യുഗ്മരാശിയാണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓജരാശിയാണെങ്കിൽ മുരുകനെയാണ് നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും പഴനി ക്ഷേത്ര ദർശനം, മുരുകന്റെ അമ്പലം തൊട്ടടുത്തുണ്ടെങ്കിൽ മുരുകനെ പ്രാർത്ഥിക്കുക, ഭസ്മാഭിഷേകം, പനിനീരാഭിഷേകം, അങ്ങനെ എന്തെങ്കിലും മുരുകന് ഇഷ്ടമുള്ളത് ചെയ്യുക, വിധി പോലെയുള്ളത് ചെയ്യുക. ഷഷ്ടി നോൽക്കാം, സ്ത്രീകൾക്കാണെങ്കിൽ ഷഷ്ടി നോൽക്കാം. ഭദ്രകാളി ഭജനവും സുബ്രഹ്മണ്യ ഭജനവും നിരന്തരം ചെയ്യാം. അതുപോലെ തന്നെ വാഹന ലാഭം, കുടുംബസുഖം, മാതൃസുഖമൊക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ചന്ദ്രനെ പ്രീതിപ്പെടുത്താം. ഇപ്പം നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്ക് വാഹനയോഗം ഉണ്ട്, പക്ഷെ വാഹനം വാങ്ങാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ചന്ദ്രനെ പ്രീതിപ്പെടുത്താം. ചന്ദ്രപൂജ, ചന്ദ്രാഷ്ടോത്തരം, അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം മഹാദേവന് ക്ഷീരധാരയോ ജലധാരയോ കൂവളമാല അർച്ചനയോ പിൻവിളക്കോ, ഇതൊക്കെ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന
നടക്കുന്ന കാര്യങ്ങളാണ്. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ മനസ്സാണ്, അമ്മയാണ്, മഹാദേവനാണ്. പൊതുവെ നിങ്ങൾക്ക് തൊഴിൽ ലഭ്യതയ്ക്ക് തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ പരിഹാരമായിട്ട് ശാസ്താവചനം, ശനീശ്വര വചനമൊക്കെ നടത്തുക. അപ്പം ആദ്യം തന്നെ നിങ്ങളുടെ ഗ്രഹനില എടുത്തിട്ട്, ഡേറ്റ് ഓഫ് ബർത്തോ ഗ്രഹനിലയോ എടുത്ത് വെച്ച് പരിശോധിച്ചിട്ട് ഈ പറയുന്ന രാശിക്കാര്, മേടൻ രാശിക്കാര് അറിയില്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ കണ്ട് അത് നോക്കിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനം എടുത്തിട്ട് നിരന്തരമായിട്ട് ഏതെങ്കിലും ഒരു ദേവതാ പൂജ, ഇപ്പോൾ ശുക്രദശാകാലമാണെങ്കിൽ നമുക്ക് ചെയ്യാം, ദുർഗാ പൂജ നടത്താം. അതുപോലെ ശനിയാണെങ്കിൽ ശാസ്താവ്, ശനി, മഹാദേവൻ, ഇങ്ങനെ ഏതെങ്കിലും ഒരു നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ കുടുംബ ഐശ്വര്യം, സാമ്പത്തിക ലാഭം, വാഹന ലാഭം, തൊഴിലിലുള്ള ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രശ്നങ്ങൾ ഇതൊക്കെ മാറുന്നതാണ്. 12-ലെ ശനി എന്ന് പറയുമ്പോൾ വ്യാഴം 3-ലും ആകുമ്പോൾ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്ന കാലഘട്ടമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കും ഓരോ കാലങ്ങളിൽ ശനി മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ ശനീശ്വര പൂജയും ശാസ്താഭജനവും ഒക്കെ നിരന്തരമായിട്ട് ചെയ്യാൻ നോക്കുക. ഭഗവാനെ മുറുകെ പിടിച്ചാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ മാറിക്കോളും. മനസ്സിന് ആത്മബലം കിട്ടാനായിട്ട് ഈ തരത്തിലുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും.